ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ആകാശിൻ്റെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് അവൻ്റെ അച്ഛൻ അവനെ ക്ഷേത്രത്തിൽ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അതും പെട്ടെന്ന് അവൻ പോലും അറിയാതെയാണ് കല്യാണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അത് ആരതിയെ വിളിച്ചിട്ട് പറയുകയാണല്ലോ. അപ്പോൾ ആരതിയോട് പറയുന്നുണ്ട്, ഞാൻ അച്ഛനോട് ഒരുപാട് തവണ പറഞ്ഞു നോക്കി, പക്ഷേ ഞാൻ പറഞ്ഞിട്ടൊന്നും അച്ഛൻ കേൾക്കുന്നില്ല. എങ്ങനെയെങ്കിലും നീ ഈ കല്യാണം ഒന്ന് ഒഴിവാക്കി തരണം. അത് കേട്ടതും ആരതി ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. പ്ലീസ് ആരതി, എന്തെങ്കിലും ചെയ്. അപ്പോൾ ആരതി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആകാശ് പറയുന്നുണ്ട്, എനിക്ക് ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല ആരതി. ആരതി പ്ലീസ്. അപ്പം ആരതി പറയുന്നുണ്ട്, അയ്യോ ആകാശ്, നീ എന്താ ഈ പറയുന്നത്? ഞാൻ എങ്ങനെ വന്നിട്ട് ആ കല്യാണം നിർത്താൻ പറ്റും? നീ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്. എനിക്ക് ഈ കല്യാണത്തിന് തീരെ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് വാ. എനിക്ക് ക്ഷേത്രം വിട്ട് അങ്ങനെ പുറത്തേക്ക് വരാൻ പറ്റില്ല. ഈ ക്ഷേത്രത്തിന് പുറത്ത് എൻ്റെ അച്ഛൻ ഒരുപാട് ആളുകളെ നിർത്തിയിരിക്കുകയാണ്. നീ നിൻ്റെ വീട്ടിൽ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാരുതി, എന്നിട്ട് ഈ കല്യാണം ഒന്ന് മുടക്കാരുതി. ആകാശ് വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അയ്യോ ആകാശ്, ഞാൻ എന്ത് ചെയ്യാനാ എന്ന് ആരതി പറഞ്ഞപ്പോഴേക്കും ആകാശ് പറയുന്നുണ്ട്, ഞാൻ ഫോൺ വെക്കുകയാണ്. എന്നിട്ട് അവൻ കോള് കട്ട് ചെയ്യാണ്. ആരതി ഈ സൈഡിൽ നിന്ന് ആകാശ് ആകാശ് എന്നിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവൻ ഫോൺ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കോള് കട്ടായിട്ട് ആരതിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും അവൾക്ക് ഓർമ്മ വന്നതാണ്. വേഗം സിദ്ധുവിൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. ഏട്ടാ ഏട്ടാ ഏട്ടാന്ന് വിളിച്ചിട്ട്. അപ്പോൾ സിദ്ധുവും അതുപോലെ തന്നെ അമ്മയും ടെറസിന് മുകളിലാണ് ഉണ്ടായിരുന്നത്. ജാനകി സാധാരണ ചെയ്യുന്നത് പോലെ ഒരു പുസ്തകം വായിക്കുകയാണ്. തൊട്ടടുത്തായിട്ട് സിദ്ധു നിന്ന് കോഫി കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓടി കിതച്ചുകൊണ്ട് വന്നിട്ട് ആരതി വിളിക്കുകയാണ്, അമ്മ അമ്മ അമ്മ. അപ്പോൾ ജാനകി ചോദിക്കുകയാണ്, എന്തിനാ ഇങ്ങനെ ഓടി കിതച്ചിട്ട് വരുന്നത്? അപ്പോൾ കരഞ്ഞുകൊണ്ട് ആരതി പറയുന്നുണ്ട്, അമ്മ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിക്കുകയാണമ്മ. ആകാശിന് ഇന്ന് ക്ഷേത്രത്തിൽ വെച്ചിട്ട് വേറൊരു പെൺകുട്ടിയുടെ കൂടെ കല്യാണം നടത്താൻ പോവാണമ്മ. അത് കേട്ടപ്പോൾ സിദ്ധുവും അതുപോലെ ജാനകിയും ആകെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ ആരതി നീ പറയുന്നത്? അതെ അമ്മ, ഇപ്പം ആകാശ് വിളിച്ചിട്ട് പറഞ്ഞതാണ്, ഇപ്പം തന്നെ അവർ കല്യാണം നടത്താൻ വേണ്ടി പോവാണ്. അപ്പോഴേക്കും ജാനകിയും സിദ്ധുവൊക്കെ ആകെ അപ്സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. സിദ്ധു ചോദിക്കുന്നുണ്ട്, ആരതി, ഏത് ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ആകാശിൻ്റെ കല്യാണം നടക്കുന്നത്? പൊന്നിയമ്മൻ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണെന്നാണ് പറഞ്ഞത്. പൊന്നിയമ്മൻ ക്ഷേത്രത്തിലോ? സിദ്ധു പ്ലീസ് സിദ്ധു, എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് നിർത്തിയിട്ടാ സിദ്ധു, പ്ലീസ് സിദ്ധു എന്ന് പറഞ്ഞിട്ട് സിദ്ധുവിൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ യാചിക്കുകയാണ് ആരതി. അപ്പോൾ ജാനകി കുറച്ച് ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കാരതി, ഇന്നലെ കൂടി സിദ്ധു പോയിട്ട് ആകാശിൻ്റെ അച്ഛനോട് സംസാരിച്ച് നോക്കിയതാണ്. എന്നാൽ അദ്ദേഹം തീർച്ചയായിട്ടും നിന്നെക്കൊണ്ട് ആകാശിൻ്റെ കല്യാണം നടത്തിക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അത് കേട്ടതും ആകെ സങ്കടത്തോടെ നിൽക്കുകയാണ് ആരതി. ജാനകി ദേഷ്യത്തോടെ തന്നെയാണ് സംസാരിക്കുന്നത്. ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ആളുടെ പോയിട്ട് നമ്മൾ കെഞ്ചി പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് ആകാശം നീ മറന്നേക്ക്, അതാ നിനക്ക് നല്ലത്. അപ്പോൾ ആരതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് ആകാശിനെ മറക്കാൻ സാധിക്കില്ല. എന്നെക്കൊണ്ട് ആകാശിനെ മറക്കാൻ സാധിക്കില്ല. ഞാൻ അവനെ പ്രണയിക്കുകയാണ്. എന്താ അമ്മ നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്? അപ്പോൾ ജാനകി തിരിച്ചു ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ആകാശ് അവൻ്റെ അച്ഛനോട് പറഞ്ഞിട്ട് ഈ കല്യാണം മാറ്റി വെക്കണമായിരുന്നല്ലോ. പക്ഷെ അവനെ കൊണ്ട് സാധിക്കാത്ത കാര്യം നമ്മളെ കൊണ്ട് എങ്ങനെ സാധിക്കും? അയ്യോ അമ്മ, ആകാശിനെ കൊണ്ട് ഈ കല്യാണം നിർത്താൻ സാധിക്കില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് വേണം ഈ കല്യാണം ഒന്ന് ഒഴിവാക്കാൻ. പ്ലീസ് അമ്മ. ആരതി അമ്മയെ സിദ്ധുവിനെ നോക്കിക്കൊണ്ട് പറയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ആകാശിൻ്റെ അച്ഛൻ അയാളുടെ തീരുമാനം മാറ്റാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇനി നമ്മളെ കൊണ്ടൊന്നും ചെയ്യാനില്ല. അയാളുടെ ആഗ്രഹം പോലെ തന്നെ അയാളുടെ മോനെ കൊണ്ട് ആരെ വേണമെങ്കിലും കല്യാണം നടത്തിക്കട്ടെ. ആകാശിനേക്കാളും നല്ലൊരു ചെക്കനെ എൻ്റെ മോൾക്ക് ഭർത്താവായി കിട്ടും. ദയവ് ചെയ്ത് നീ ആകാശിനെ മറന്നേക്ക്, ജാനകി തീർത്ത് പറയാണ്. അത് കേട്ടതും ആരതി ആകെ ഞെട്ടി നിൽക്കുകയാണ്. വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പോയി ചെയ്യേ. അമ്മ, എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? സിദ്ധു, അമ്മയോട് നീയെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക് സിദ്ധു. സിദ്ധുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ആരതി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്യൂ സിദ്ധു, പ്ലീസ് സിദ്ധു. ആരതി സിദ്ധുവിനോട് കെഞ്ചുന്നത് കണ്ടപ്പോൾ ജാനകി പറയുന്നുണ്ട്, ആരതി, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? പിന്നെ എന്തിനാ വീണ്ടും സിദ്ധുവിനോട് അത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? സിദ്ധു ഇനി ആകാശിൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് കെഞ്ചൊന്നുമില്ല. നീ ആകാശിനെ മറന്നേക്ക്, അതാ നല്ലത്. അപ്പോൾ അവരോട് രണ്ടുപേരോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് കണ്ടപ്പോൾ ആരതി കരഞ്ഞുകൊണ്ട് തിരിഞ്ഞോടുവാണ്. അപ്പോൾ സിദ്ധു പിന്നീന്ന് വിളിക്കുന്നുണ്ട്, ആരതി ആരതി. പക്ഷെ അവൾ തിരിഞ്ഞു നോക്കാതെ ഓടുവാണ്. അപ്പോൾ സിദ്ധു അമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മ ആരതിയുടെ അടുത്ത് ഇത്രയധികം ദേഷ്യത്തോടെ സംസാരിച്ചത്? അപ്പോൾ ജാനകി സങ്കടത്തോടെ പറയുന്നുണ്ട്, ആകാശിൻ്റെ അച്ഛൻ ആരതിയെ കൊണ്ട് ആകാശിനെ കല്യാണം ചെയ്യിക്കില്ല എന്ന് പറയുന്നു. നമ്മളും എത്രത്തോളം അദ്ദേഹത്തോട് കെഞ്ചിയതാണ്. ഇങ്ങനെ
ദേഷ്യത്തോടെ സംസാരിച്ചാൽ മാത്രമേ ആരതിയുടെ മനസ്സിൽ നിന്നും ആകാശ് പോവുള്ളൂ. നീ ആരതിയുടെ അടുത്ത് സമാധാനത്തോടെ സംസാരിച്ച് അവൾക്ക് മനസ്സിലാക്കി കൊടുക്ക്. തീർച്ചയായിട്ടും അവൾക്ക് മനസ്സിലാവും. ശരിയമ്മ, ഞാൻ പോയി അവളോട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് സിദ്ധു ആരതിയുടെ മുറിയിലേക്ക് വരുവാണ്. ആരതി മുറിയിലെത്തിയിട്ടും കരച്ചിൽ നിർത്തുന്നില്ല. അവൾ ഓർത്തോർത്ത് കരയാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്തതില്ല സങ്കടം കൊണ്ട്. അപ്പോഴേക്കും സിദ്ധു എത്തിയിട്ടുണ്ടായിരുന്നു. സിദ്ധുവിനെ കണ്ടപ്പോൾ ആരതി കണ്ണൊക്കെ തുടക്കുകയാണ്. അവളുടെ അവസ്ഥ കണ്ടപ്പോൾ സിദ്ധുവിന് സങ്കടമായിട്ടുണ്ടായിരുന്നു. സിദ്ധു അവളുടെ അടുത്ത് അവിടെ ബെഡിലിരിക്കുകയാണ്. എന്നിട്ട് അനിയത്തിയോട് വാത്സല്യത്തോടെ പറയുന്നുണ്ട്, ആരതി, എങ്ങനെയാണ് നിന്നെ ആശ്വസിപ്പിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഈ സാഹചര്യം കടന്നു പോയേ പറ്റൂ. അത് കേട്ടപ്പോൾ ആരതിക്ക് വല്ലാത്ത സങ്കടമാവുകയാണ്. അവൾ വീണ്ടും കരയാണ്. ഇങ്ങോട്ട് നോക്ക്, അമ്മ നിൻ്റെ അടുത്ത് ദേഷ്യത്തോടെ സംസാരിച്ചു എന്ന് നീ വിചാരിക്കേണ്ട. അങ്ങനെ നിന്നോട് സംസാരിച്ചാൽ മാത്രമേ നീ ആകാശിനെ മറക്കുള്ളൂ എന്ന് കരുതിയിട്ടാണ്. അത് കേട്ടപ്പോൾ ആരതി സിദ്ധുവിനെ നോക്കുന്നുണ്ട്. അപ്പോൾ സിദ്ധു പറയാണ്, അല്ലാതെ അമ്മയ്ക്ക് നിൻ്റെ അടുത്ത് ഒരു ദേഷ്യവും ഇല്ല. ഞങ്ങളും എങ്ങനെയെങ്കിലും ആകാശിൻ്റെ കൂടെ നിന്നെ കല്യാണം നടത്തിക്കണം തന്നെയാണ് ആഗ്രഹിച്ചതും ആലോചിച്ചതും. ഞാൻ ആകാശിൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് എത്രത്തോളം സംസാരിച്ചു എന്നറിയോ? ഒരുപാട് കെഞ്ചി നോക്കി. പക്ഷേ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ എന്താ ചെയ്യുക മോളെ? അത് കേട്ട ആരതി കരയുവാണ്. അപ്പോൾ സിദ്ധു ചോദിക്കുന്നുണ്ട്, ഇനിയും ഇതിൻ്റെ മേലെ ഞാൻ എന്താണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പറയേണ്ടത്? എന്താ ചെയ്യേണ്ടത്? ഇങ്ങോട്ട് നോക്ക്, അമ്മ പറഞ്ഞതുപോലെ നീ ആകാശിനെ മറക്കുന്നതാണ് നല്ലത്. സിദ്ധു അവളുടെ തോളിൽ കൈവച്ച് പറഞ്ഞപ്പോൾ ആരതി ദേഷ്യത്തോടെ അവൻ്റെ കൈ തട്ടിക്കളയാണ്. എന്നോട് ക്ഷമിക്ക്, ഈ വിഷയത്തിൽ നിനക്കൊരു ഹെൽപ്പും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള വേദന എനിക്ക് നന്നായിട്ടുണ്ട്. ആരതി പിന്നീട് സിദ്ധുവിനോടൊന്നും സംസാരിക്കുന്നില്ല. അവൾ കരയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. കൂടുതലായിട്ടൊന്നും പറയാനില്ലാത്തത് കൊണ്ട് സിദ്ധു അവിടുന്ന് പോവുകയാണ്. പക്ഷേ ആരതി തോറ്റു കൊടുക്കാൻ ഒരുക്കല്ലായിരുന്നു. അവൾ പിന്നീട് മേഘയുടെ അടുത്തേക്കാണ് പോകുന്നത്. അതേസമയം മേഘയാണെങ്കിൽ തുണികളൊക്കെ അലക്കിയിട്ട് വിരിച്ചിടുന്ന തിരക്കിലാണ്. അത് കണ്ടുകൊണ്ടാണ് മനോഹരൻ അങ്ങോട്ടേക്ക് വരുന്നത്. മനോഹരൻ അതിശയത്തോടെയാണ് നോക്കി നിൽക്കുന്നത്. എന്നിട്ട് വന്നിട്ട് മേഘയോട് പറയുന്നുണ്ട്, മേഘ, ഇന്ന് മഴ നന്നായിട്ട് പെയ്യുന്ന തോന്നുന്നത്. അതെന്താ അങ്ങനെ പറഞ്ഞത് അമ്മാവ? അല്ല, തുണി അലക്കിയതും പോരാഞ്ഞ് നീ നിൻ്റെ കൈകൊണ്ട് തന്നെയല്ലേ വിരിച്ചിടുന്നത്. അത് കേട്ടപ്പോൾ മേഘ പറയുന്നുണ്ട്, അമ്മാവ, ആദ്യം വീട്ടിലൊരു വാഷിംഗ് മെഷീൻ വാങ്ങണം. തുണിയൊക്കെ അലക്കി കൈയൊക്കെ വേദനിക്കുന്നു മാമ. 2 മാസമായിട്ട് KSEBിയിലെ ബില്ല് കെട്ടാത്തത് കാരണം എപ്പോഴാണ് ഫ്യൂസ് വലിക്കാൻ വരുന്നത് എന്ന് ഓർത്തിട്ട് ഞാൻ തന്നെ ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവൾക്ക് വാഷിംഗ് മെഷീൻ വേണത്രേ, വാഷിംഗ് മെഷീൻ. മനോഹരൻ പറഞ്ഞത് കേട്ടപ്പോൾ മേഘ തലതാഴ്ത്തി സങ്കടത്തോടെ നിൽക്കുവാണ്. എന്നിട്ട് ചുറ്റിലും നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, മേഘ, ചേച്ചി എവിടെ? മുത്തശ്ശി ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ്. അപ്പോൾ മനോഹരൻ്റെ മനസ്സിൽ അയാൾ കണ്ട സ്വപ്നം വീണ്ടും വരികയാണ്. അതായത് മുത്തശ്ശിയും മേഘ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്ന ആ ഒരു സ്വപ്നം. അത് ഓർമ്മയിൽ വന്നതുകൊണ്ട് മനോഹരൻ മേഘയോട് പറയുന്നുണ്ട്, മേഘ, ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഈ ക്ഷേത്രത്തിൽ പോകുന്ന കാണുമ്പോൾ ഒരുപക്ഷെ ഞാൻ കണ്ട സ്വപ്നം സത്യമാവുമോ എന്ന് എനിക്കൊരു തോന്നൽ. അയ്യോ എൻ്റെ അമ്മാവ, എന്തിനാ മുത്തശ്ശി എപ്പോഴും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കുന്നത്? ശരി, നീ നിൻ്റെ പണിയെടുക്കാൻ നോക്ക്. ചേച്ചി ഭിക്ഷ എടുത്താൽ എന്താ, ഭിക്ഷ എടുത്തില്ലെങ്കിൽ നമുക്കെന്താ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വീടിൻ്റെ നേരെ നോക്കുന്ന സമയത്താണ് അവിടെ നിന്ന് ആരതി കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത് കണ്ടത്. അപ്പോൾ മനോഹരൻ ഇങ്ങനെ അതിശയിച്ച് നോക്കുകയാണ്, ഇതെന്തിനാ ഇവൾ കരഞ്ഞുകൊണ്ട് വരുന്നതെന്ന് വിചാരിച്ചിട്ട്. മാത്രമല്ല മേഘയെ തട്ടി വിളിക്കുകയാണ്, മേഘ, എന്താ അമ്മാവ, നോക്ക്, ഇവളെന്തിനാ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത്? അപ്പോഴാണ് മേഘയും അങ്ങോട്ടേക്ക് നോക്കുന്നത്. ആരതി കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത് കാണുന്നുണ്ടായിരുന്നു. എന്തുപറ്റി? ആരതിയെ കണ്ടപ്പോൾ മേഘ ചോദിക്കുകയാണ്, മേഘ, ആരതി കിതക്കുമായിരുന്നു. എന്തിനാ ആരതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത്? എന്താ കാര്യം എന്ന് പറ. അപ്പോൾ ആരതി കരച്ചിലടക്കിക്കൊണ്ട് പറയാണ്, ആകാശിനെ അവൻ്റെ അച്ഛൻ ക്ഷേത്രത്തിൽ വെച്ചിട്ട് മറ്റൊരു പെണ്ണുമായിട്ട് വിവാഹം നടത്താൻ പോവുകയാണ്. അത് കേട്ടിട്ടും മേഘയും മനോഹരനും ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആരതി കരഞ്ഞുകൊണ്ട് വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ഈ കാര്യം അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞു. എന്നാൽ അമ്മ ആകാശിനെ നീ മുഴുവനായിട്ട് മറന്നേക്ക് എന്നും പറഞ്ഞ് എന്നെ ദേഷ്യത്തോടെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അത് ഓർത്ത് ആരതിക്ക് വീണ്ടും കരച്ചിൽ വരികയാണ്. എന്നെക്കൊണ്ട് ആകാശിനെ മറക്കാൻ പറ്റില്ല മേഘ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആരതി കരയുന്നുണ്ട്. എന്നിട്ട് മേഘയുടെ കൈകളിങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് മേഘയിലുള്ള വിശ്വാസം കൊണ്ട്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, മേഘ, എന്നെ എങ്ങനെയെങ്കിലും ആകാശിൻ്റെ കൂടെ നീ ഒന്ന് ചേർത്ത് വെക്കുമോ പ്ലീസ് മേഘ. മേഘ ആരതിയെ നോക്കിയിട്ട് സഹതാപത്തോടെ നിൽക്കുകയാണ്. ആ സമയത്ത് മനോഹരൻ ചിന്തിക്കുന്നുണ്ട്, ഇവൾ തന്നെ ഇവളുടെ ഭർത്താവിൻ്റെ കൂടെ ചേരാൻ പറ്റാതെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് അടുത്തയാൾ, നല്ല ആളുടെ അടുത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആരതി ഇങ്ങനെ ബെഗ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, മേഘ പ്ലീസ് മേഘ. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, മോളെ, മേഘ സാധാരണ രീതി പിരിച്ചു വിടാനാണെങ്കിൽ മേഘയ്ക്ക് എളുപ്പത്തിൽ സാധിക്കും. ഒരുമിപ്പിക്കുക എന്നുള്ളത് മേഘയ്ക്ക് കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്.
മനോഹരനുള്ളിലുള്ളത് അതുപോലെ പറയുന്നതാണ്. അപ്പോൾ മേഘയ്ക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അയാളെ നോക്കിയിട്ട് വിളിക്കുകയാണ്, മാമാ. ശരി ശരി എന്ന് പറഞ്ഞിട്ട് മനോഹരൻ സ്വയം വായിക്കടിക്കുകയാണ്. അയ്യോ, വായി വെറുതെ നിൽക്കുകയേ ചെയ്യില്ല. അപ്പോഴും ആരതി കെഞ്ചിക്കൊണ്ടേയിരിക്കുകയാണ്, മേഘ 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 പ്ലീസ് മേഘ, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ആകാശിൻ്റെ കൂടെ ചേർത്ത് വെക്കും മേഘ, ഞാൻ നിന്റെ കാൽക്കൽ വീഴാം മേഘ. ഏയ്, നീ എന്തൊക്കെയാ പറയുന്നത് ആരതി? നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ആകാശിൻ്റെ കല്യാണം നിർത്തിവെക്കണം, അത്രയല്ലേ വേണ്ടൂ? ആ, ആരതി ഒരു സമാധാനത്തിന് സംസാരിക്കുകയാണ്. ആ അതെ അതെ, ആ കല്യാണം നിർത്തണം, അത്രേ വേണ്ടൂ. ഓക്കെ, എങ്കിൽ പിന്നെ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്. അപ്പോൾ ആരതി സമാധാനത്തോടെ കണ്ണൊക്കെ തുടച്ചിട്ട് പറയാണ്, പറ എന്താ ഞാൻ ചെയ്യേണ്ടത്? ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം മേഘ പറഞ്ഞു കൊടുക്കുകയാണ്, നേരെ നീ നിൻ്റെ മുറിയിലേക്ക് പോ. എന്നിട്ട് ആകാശിൻ്റെ അച്ഛന് വീഡിയോ കോൾ ചെയ്. ആകാശിൻ്റെ കല്യാണം ഇപ്പം നിർത്തിയില്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് സൂയിസൈഡ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്ത്. അത് കേട്ട സമയത്ത് ആരതി ഷോക്കായിട്ട് മേഘയെ നോക്കുകയാണ്. അതിനേക്കാൾ ഷോക്കായിട്ടുണ്ടായിരുന്നു മനോഹരൻ. അയാൾ അപ്പോഴും അത് വിശ്വസിച്ചില്ലെങ്കിൽ മണ്ണെണ്ണ എടുത്ത് നീ നിൻ്റെ ദേഹത്ത് കൂടെ ഒഴുക്കി. അത് കേട്ട സമയത്ത് ആരതിക്ക് ഒന്നുകൂടെ ഞെട്ടുവാണ്. ഓരോരോ ഘട്ടങ്ങളായിട്ട് മേഘ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാണ്. മണ്ണെണ്ണയോ? മനോഹരൻ ഇങ്ങനെ അതിശയത്തിൽ പിറുപിറുക്കുകയാണ്. അപ്പം മേഘ അടുത്ത കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തീപ്പെട്ടി എടുത്ത് ഒരതിയിട്ട് അത് കത്തിച്ച് വെച്ചുകൊണ്ട് പറയാനേ, ഈ സമയം തന്നെ ആകാശിൻ്റെ കല്യാണം നിർത്തിയില്ലെങ്കിൽ ഈ തീ എൻ്റെ മേലത്ത് കൊളുത്തുമെന്ന് പറയുക. അപ്പോൾ ആരതിക്ക് പേടിയാവുന്നുണ്ടായിരുന്നു കേൾക്കും തോറും. മനോഹരന് പേടിയാവുന്നുണ്ടായിരുന്നു മേഘ പറയുന്നത് കേട്ടപ്പോൾ. പക്ഷേ മേഘ ഒരു കൗശലക്കാരിയുടെ ഭാവത്തിലാണ് പറയുന്നത്. അത്രയും പറഞ്ഞിട്ടും അയാൾ ഇതിലൊന്നും ഭീഷണിക്കൊന്നും വഴങ്ങുന്നില്ലെങ്കിൽ തീപ്പെട്ടി ഒരതി നീ നിൻ്റെ ദേഹത്ത് വെക്കുന്നത് പോലെ കാണിച്ചിട്ട് ഇപ്പം തന്നെ ഞാൻ മരിക്കുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്ത്. ഓരോ ഘട്ടം മേഘ പറയുന്നതിനനുസരിച്ച് മനോഹരനും ആരതിയും വായ പൊളച്ച് നിൽക്കുകയാണ്. അത്രയും പേടിയായിട്ടുണ്ടായിരുന്നു ആരതിക്ക്. മനോഹരനാണെങ്കിൽ മേഘ ഇത് എങ്ങോട്ടേക്കാണ് പറഞ്ഞു പോകുന്നതെന്ന് പോലും അറിയാതെയാണ് നിൽക്കുന്നത്. അപ്പോൾ മേഘ നല്ല കൗശലത്തോടെ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അങ്ങനെ നീ ചെയ്തു കഴിഞ്ഞാൽ അയാൾ കല്യാണം നിർത്തിവെക്കും. ആരതി ആലോചിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ മേഘ വീണ്ടും പറയുന്നുണ്ട്, ആകാശിൻ്റെ കല്യാണം നിർത്തിവെക്കണമെങ്കിൽ ഇതല്ലാതെ നിനക്ക് മറ്റൊരു വഴിയുമില്ല. ആരതിയുടെ മനസ്സിൽ മേഘ അവൾ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ പതിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭയത്തോടെയാണെങ്കിലും മേഘ പറഞ്ഞത് തന്നെ ചെയ്യാമെന്നുള്ളൊരു രീതിയിലാണ് ആരതി എത്തിച്ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ അവളുടെ ആലോചന കണ്ടപ്പോൾ മേഘ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരുപാട് ചിന്തിക്കേണ്ട ആരതി, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ നോക്ക്. ഞാൻ പോവാം. അപ്പം മാത്രമേ ആകാശിൻ്റെ കല്യാണത്തെ നമുക്കിവിടെ വെച്ച് നിർത്താൻ സാധിക്കുള്ളൂ. മേഘ പറഞ്ഞു കൊടുത്തപ്പോൾ ഒരു ഭ്രാന്തിയെ പോലെ ഇങ്ങനെ പുലമ്പിക്കൊണ്ടാണ് ആരതി പോകുന്നത്. ഞാനിപ്പോൾ തന്നെ ചെയ്യാം. ആരതിയുടെ ആ ഒരു പിറുപിറുക്കലും പോവലൊക്കെ കണ്ടപ്പോൾ മനോഹരന് പന്തികേട് തോന്നുകയാണ്. അയാൾ പിന്നീന്ന് വിളിക്കുന്നുണ്ട്, ഏയ് പോവല്ലേ. അതേപോലെ തന്നെ മേഘയും വിളിക്കുന്നുണ്ടായിരുന്നു, ആരതി ഒരു നിമിഷം. അപ്പോൾ ആരതി വീണ്ടും തിരിച്ചു വന്നിട്ട് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്താ മേഘ, ഞാനത് ചെയ്യാം. ഒരു നിമിഷം നിൽക്ക്, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് മേഘ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ മനോഹരൻ വിചാരിക്കുന്നുണ്ട് ആരതിയുടെ പ്ലാന് മാറ്റാൻ വേണ്ടിയായിരിക്കും മേഘ അടുത്ത് സംസാരിക്കുകയെന്ന്. പക്ഷേ അകത്ത് പോയിട്ട് വന്ന മേഘയുടെ കയ്യിലൊരു മണ്ണെണ്ണയുടെ കന്നാസായിരുന്നു. അപ്പോൾ അത് ആരതിയുടെ നേരെ കൊടുത്തിട്ട് മേഘ പറയുന്നുണ്ട്, ഇന്ന് ആരതി, ഇതാണ് മണ്ണെണ്ണ. അത് കണ്ട സമയത്ത് മനോഹരൻ ശരിക്കും ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. കാരണം മേഘ വെറുതെ പറഞ്ഞതല്ല, എല്ലാ പ്ലാനിങ്ങോടു കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. ആരതി ആണെങ്കിലും സ്ഥലകാല ബോധമില്ലാത്തതുപോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ മേഘ കൊടുത്ത മണ്ണെണ്ണ വാങ്ങിച്ച് നിൽക്കുന്ന ആരതിയോട് മേഘ പറയുന്നുണ്ട്, നിൻ്റെ വീട്ടിൽ മണ്ണെണ്ണ ഉണ്ടാവില്ലല്ലോ, ഇനിയൊരു കാര്യം ചെയ്യ്, ഞാൻ പറയുന്നത് പോലെ ചെയ്. ഭയത്തോടെ ആണെങ്കിലും ആരതി ആ മണ്ണെണ്ണയുടെ കന്നാസും എടുത്തിട്ട് ധൈര്യത്തോടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ മനോഹരൻ പിന്നീന്ന് വിളിക്കുന്നുണ്ട്, ആരതി. ആരതിയുടെ പോക്ക് കണ്ടപ്പോൾ മനോഹരന് പേടിയും ടെൻഷനും ആണെങ്കിൽ മേഘ നല്ല കൗശലത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ശരിക്കും ഒരു ക്രൂരത ചെയ്ത ഒരു മുഖഭാവം ഉണ്ടായിരുന്നു മേഘയിൽ. അപ്പോൾ മനോഹരൻ ചോദിക്കുന്നുണ്ട്, എന്താ മേഘ, ഇക്കണക്കിന് പോവുകയാണെങ്കിൽ നീ തന്നെ ആരതിയുടെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തു എന്ന് തോന്നുമല്ലോ. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് മേഘ പറയാണ്, ഞാൻ എന്തിനാ മാമ കൊളുത്തുന്നത്, കുറച്ചു നേരം കൊണ്ട് ആരതി തന്നെ തീ കൊളുത്തിക്കോളും. അല്ല മേഘ, അവൾ തന്നെ മനസ്സാകെ തകർന്നിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് മണ്ണെണ്ണ എടുത്തിട്ട് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയുന്നത് ശരിയാണോ? ഈ ഒരു ഘട്ടത്തിൽ അവളോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ ആകാശിനെ കിട്ടിയില്ല എന്ന് വെക്ക്, അവൾ പോയിട്ട് എന്തെങ്കിലും മോശം കടുങ്കൈ ചെയ്താൽ എന്താ മേഘ ചെയ്യുക? അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ മാമ. മേഘ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. നടക്കട്ടെ എന്നോ? മനോഹര ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മേഘ അവളുടെ പ്ലാന് പറയുന്നുണ്ട്. ചന്ദ്രിക കാരനായിരുന്നല്ലോ ആരതിയുടെ കല്യാണം മുടങ്ങിയത്.
അപ്പം ആരതി മരിച്ചുപോയ ആ ഒരു പഴിയും ചന്ദ്രികയുടെ പേരിലല്ലേ വരുള്ളൂ. മേഘയുടെ ബുദ്ധി കേട്ടപ്പോൾ മനോഹരനാകെ ഞെട്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അതേസമയം ക്ഷേത്രത്തിലാണെങ്കിൽ കല്യാണത്തിൻ്റെ ഓരോരോ കാര്യങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴേക്കും മണ്ണെണ്ണയായിട്ട് ആരതി ഓടി മുറിയിലെത്തിയിട്ടുണ്ടായിരുന്നു. അവൾ വേഗം ആകാശിൻ്റെ അച്ഛനെ കോൾ ചെയ്യാണ്, വീഡിയോ കോളാണ് വിളിക്കുന്നത്. പക്ഷേ ഫോൺ എടുത്ത് നോക്കിയിട്ട് ആരതിയാന്ന് അറിഞ്ഞതുകൊണ്ട് അയാൾ കോൾ അറ്റൻഡ് ചെയ്യാതെ മാറ്റി വെച്ചിട്ട് വന്നവരോട് സംസാരിക്കുകയാണ്. അപ്പോൾ ആരതി വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ അയാളാണെങ്കിൽ കോള് കട്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരു കോള് പോലും അറ്റൻഡ് ചെയ്യുന്നില്ല. അവസാനം ആരതി ആകാശിൻ്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. പറ ആരതി, ഞാൻ എത്ര നേരമായി നിൻ്റെ അച്ഛൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഞാൻ വിളിക്കുന്ന ഒരു കോൾ പോലും അറ്റൻഡ് ചെയ്യാതെ കട്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. നോക്ക്, ഒരു കാര്യം ചെയ്, എനിക്ക് നിൻ്റെ അച്ഛനുമായിട്ട് സംസാരിക്കണം. ഒരു മിനിറ്റ് ആരതി, ഞാൻ നിന്നെ അച്ഛൻ്റെ അടുത്തെത്തിയിട്ട് വീഡിയോ കോൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആകാശ് ഫോൺ കൊണ്ട് പോകുന്ന സമയത്ത് ആരതി കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ മേഘ മനോഹരനോട് പറയുന്നുണ്ട്, ചന്ദ്രികയെ ഒരു കാലത്തും ജാനകി അമ്മായി മാപ്പ് കൊടുക്കില്ല. സിദ്ധു പോലും ചന്ദ്രികയെ വെറുക്കും. മേഘ കൂളായിട്ട് പറഞ്ഞപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, മേഘ, പാമ്പിന് വരെ തലയ്ക്ക് അകത്തെ വിഷമുള്ളൂ, എന്നാ നിനക്ക് ശരീരം മുഴുവൻ വിഷമാണ്. അയാൾ അതിശയത്തോടെയാണ് പറയുന്നത്. അപ്പോൾ മേഘ ചിരിച്ചുകൊണ്ട് തള്ളുകയാണ്. ഒന്ന് പോ മാമ, എപ്പോൾ കണ്ടാലും എന്തെങ്കിലും തമാശ പറഞ്ഞുകൊണ്ടേയിരിക്കും. മേഘയെ നോക്കുന്തോറും മനോഹരന് അതിശയം അടക്കാനാവുന്നില്ല. അത്രയേറെ കുബുദ്ധിയോടുകൂടിയാണ് മേഘ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഓർത്തിട്ട് മേഘ ചോദിക്കുന്നുണ്ട്, മാമ കയ്യിൽ തീപ്പെട്ടിയുണ്ടോ? തീപ്പെട്ടിയോ? അതെന്തിനാ മേഘ? താ പറയാം. അപ്പോൾ പോക്കറ്റിൽ നിന്ന് തീപ്പെട്ടി എടുത്തുകൊണ്ട് മനോഹരൻ പറയുന്നുണ്ട്, സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, വൈകുന്നേരം വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് കയ്യിലെടുത്ത് വെച്ചതാ. അപ്പോൾ അമ്മാവൻ കൊടുത്ത് തീപ്പെട്ടി കയ്യിൽ വെച്ചുകൊണ്ട് മേഘ കുറച്ചു നേരം നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് മനോഹരനോട് പറയുന്നുണ്ട്, ആരതിക്ക് മണ്ണെണ്ണ കൊടുത്തയച്ചു. ആ, തീപ്പെട്ടി കൊടുത്തു വിടാൻ മറന്നുപോയില്ലേ? മേഘയുടെ വർത്താനം കേട്ടപ്പോൾ മനോഹരൻ ഇങ്ങനെ ഷോക്കായിട്ട് മേഘയെ നോക്കുവാണ്. എന്താ ഇവളുടെ മനസ്സിൽ എന്ന് വിചാരിച്ചിട്ട്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.